കുംഭമേളയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞാനും നിങ്ങളെ പോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അത് കാണണം എന്ന് ആഗ്രഹിച്ചത്. എൻ്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല. കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ്. ഒരു ഈ പറയുന്ന 40 കോടി 50 കോടി അല്ലെങ്കിൽ അവരെ വടവത നമ്പർ ഈസ് ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ എ ബിലീവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഈ പറയുന്ന അമൃതസാൻ, ഗംഗയിൽ അമൃതുണ്ടാവുന്നു, നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ്. എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് അത്രയും വൃത്തികെട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. കുളിച്ചിട്ട് ചൊറി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ കുളിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ചുറ്റി നടന്ന് കാണുന്നത് ഒരു ഭാഗത്ത് ഈ പറയുന്ന അഖാഡകളും അവിടുത്തെ സന്യാസിമാരും നാഗസന്യാസിമാരും അതിൻ്റെ ആൾക്കാരും, മറ്റൊരു ഭാഗത്ത് ഇവിടെ കുളിക്കാൻ വന്ന ജനങ്ങൾ, അവരുടെ ജീവിതം, അവർ നിൽക്കുന്ന രീതി, അവർ താമസിക്കുന്നത്, അവരും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടിയുണ്ട്. കാരണം ഇവിടെ 10-40 കോടി ആൾക്കാർ ഇവിടെ വരും എന്ന് അറിഞ്ഞിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ തെയ്യപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ പൊരുവിറ്റ് നടക്കുന്ന ആൾക്കാർ, എന്താ പറയുക, അമ്പലപ്പറമ്പിൽ സർക്കസ് കളിക്കുന്ന ആൾക്കാർ, ചെറിയ ചെറിയ ചായക്കടകൾ നടത്തുന്ന ആൾക്കാർ, അങ്ങനെ അങ്ങനെ പലവിധം ആൾക്കാർ ഈ കുംഭമേളയിലുണ്ട്. അതായത് നമ്മൾ ഒരു ആൾക്കൂട്ടം വരുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടാകുന്നത് പോലെ തന്നെ ഉള്ളതാണ് ഈ കുംഭമേളയിലും. അപ്പം എന്നെ അവിടെ അട്രാക്ട് ചെയ്തതെന്ന് പറയുന്നത് ഈ എന്താ പറയുക, വസ്ത്രം എടുക്കാതെ നടക്കുന്ന നാഗസന്യാസിമാരോ അല്ലെങ്കിൽ ഈ കുളിക്കാൻ വന്ന ആൾക്കാരോ ഒന്നും എന്നെ ഒരു രീതിയിലും അട്രാക്ട് ചെയ്തിട്ടില്ല. പകരം എന്നെ ചെയ്തിട്ടുള്ളത് അവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നെ കൂടുതലും അട്രാക്ട് ചെയ്തത്. കാരണം അവരുടെ അടുത്തേക്ക് പോകാൻ ആൾക്കാർക്ക് മടിയാണ്. കാരണം ഈ പറയുന്ന കുംഭമേളയിൽ ഇത്രയും ആൾക്കാരുള്ളതിൻ്റെ വൃത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവരെവിടെയാണ് കട വെച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവർ നിൽക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവിടെ വരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും ഉണ്ട്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് പല സ്ഥലത്തുനിന്നും തിരിച്ചു വന്ന ആൾക്കാർ, പല സ്ഥലത്തുനിന്നും ഓടി അവിടെ എത്തി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ ബുദ്ധിമുട്ടുന്നത് എന്താ പറയുക, അട്രാക്ട് ചെയ്തു എന്നല്ല പറയാം, ഒരു രീതിയിൽ നമ്മളെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് അതാണ്. കുംഭമേളനെ എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി എന്ന് പറഞ്ഞാലും അവിടെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരെ കണക്കൂട്ടിയ ആൾക്കാരിനെക്കാട്ടും എത്രയോ ആൾക്കാർ വരാൻ മാത്രമുള്ള PR വർക്കുകൾ അവർ അതിൻ്റെ പുറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ആൾക്കാർക്ക് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ റിയാലിറ്റി. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അതിനെ നേരെ എതിർക്കും. എൻ്റെ അടുത്ത് ഒരു വീഡിയോ ഉണ്ട്, എനിക്ക് തോന്നുന്നു വഡോദരയെന്നോ മറ്റോ വന്ന ഒരു ഫാമിലിയാണ്. അവർ കിടക്കുന്നത് ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ, എന്താ പറയുക, ഒരു 10,000 ആൾക്കാരുണ്ടാവും ആ മരത്തിന്റെ ചുവട്ടിൽ, എന്താ പറയുക, ഒരു ടെന്റിന്റെ അടിയിൽ. ഇതേപോലെ പോലും ഇല്ല, അതിന്റെ അടിയിൽ ഇങ്ങനെ നിലത്ത് വിരിച്ച് കിടക്കുവാണ്. അവരപ്പോഴും പറയുന്നത് എന്താ പറയാ, രാഷ്ട്രീയമാണ്. അവരപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി കി ജയ്, നമ്മുടെ എന്താ പറയാ, യോഗി കി ജയ് എന്നുള്ളതാണ്. അവർ കിടക്കുന്നത് നിലത്ത്, ഈ പറയുന്ന ഇതിലും മോശമുള്ള ഒരു സിറ്റുവേഷനിൽ അവർ കിടക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെയല്ലേ കിടക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അല്ല, ഇത് നമുക്ക് തന്നില്ലേ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അപ്പം ഞങ്ങൾ കേരളത്തിൽ അറിയുന്നത് എന്താ, അവർക്കൊക്കെ കിടക്കാനും താമസിക്കാനും ഭക്ഷണവും മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് അവരെ PR വർക്കിൽ പറയുന്നത്. പക്ഷെ നമ്മൾ നേരെ പോയി കാണുന്നത് നേരെ തിരിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളെ ഗംഗേന്റെ കരയിൽ അവിടെ പുല്ലിട്ടിട്ടുണ്ട് കുറെ, ആ പുല്ലിന്റെ അതാണ് ആൾക്കാർ കിടക്കുന്നത്. ഇപ്പൊ സ്റ്റാമ്പേഡ് ഉണ്ടായത് അതേപോലത്തെ സിറ്റുവേഷന്റെ പുറത്താണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ കണ്ടതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും ഞാൻ ഈ പറയുന്ന ചിത്രങ്ങളായി പകർത്തി. ഇതൊന്നും ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ പോയതല്ല. ഞാൻ അവിടെ പോകുമ്പോൾ കാണുന്നത് അല്ലെങ്കിൽ എന്നെ അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് താല്പര്യം തോന്നുന്ന സാധനങ്ങൾ അതാണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ UP ബോർഡർ എത്തുമ്പം ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചായക്കടയിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത്, ആ ചായക്കടയിലുള്ള ആൾക്കാരും ഏകദേശം സിറ്റുവേഷൻ ഇതാണ്. അയാൾക്ക് എന്താ പറയുക, ഒരു ഓല മേഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, അത്രയും ചെറുതാണ്. അയാൾക്ക് ചായ കുടിക്കാൻ ആൾക്കാരില്ല, 2-3 ആൾക്കാരേ ഉള്ളൂ. അവർക്ക് ഒരു മാസം 200-300 രൂപ കിട്ടിയാൽ കിട്ടി. അയാളും പറയുന്നത് എനിക്ക് ഇത് മോദി തന്നതാണ്, മോദി പണ്ട് ചായക്കാരക്കാരായിരുന്നു, ഞാനും ചായ വെച്ച് നാളെ പ്രധാനമന്ത്രിയാവും എന്നുള്ളത് അയാൾ പറയുന്നത്. അപ്പൊ ഇതാണ്, അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പം ഞാൻ അയാളുടെ ചിത്രവും എടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ കാണിക്കാനോ തെളിവിനോ, ഞാൻ വെറുതെ പറയുന്ന എൻ്റെ സാക്ഷികളുണ്ട് ഇവിടെ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെയൊക്കെ സിറ്റുവേഷൻ. ഇത് കാണുമ്പോൾ നമുക്ക് ചിത്രം പകർത്താൻ തോന്നുന്നു, കാരണം അത് അവരെ ലൈഫാണ്. നമ്മളടുത്ത് അവരൊരു കഥ പറയുമ്പോൾ നമുക്കറിയാം ഇതല്ല അവരെ റിയാലിറ്റി, അല്ലെങ്കിൽ ഇത് ശരിക്ക് സത്യങ്ങൾ പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അമ്മമ്മയുടെ ഒരു വീഡിയോ ഉണ്ട്.
അവര് വന്നിരിക്കുന്നത് വിശ്വാസത്തിന്റെ പുറത്ത് അവർ വന്നത്. അവരെ മോള് അവർക്ക് തന്നെ അമ്മമ്മക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 80+ ഏജ് ഉണ്ടാവും. മകൾക്ക് ഒരു 60+ ഏജ് ഉണ്ടാവും. അമ്മയുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മകള് അമ്മയും കൂട്ടി വന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരും അവിടെ വരുന്നുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ കുറെ നാൾ നടന്നു കഷ്ടപ്പെട്ടു അങ്ങനെ വന്നതാണ്. ഏകദേശം 20 കിലോമീറ്റർ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അത്രയൊക്കെ നടക്കേണ്ടി വന്നു. അവരങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരും അവിടെയുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നും എനിക്ക് ഇതൊന്ന് പകർത്തി വെക്കണം. മേ ബി ചിലപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ പല കാര്യങ്ങളും മറന്നു പോകും. പക്ഷെ ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവരെ ലൈഫ് ഇങ്ങനെയായിരുന്നു, ഇവരെൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പകർത്തുന്നതാണ് പല ചിത്രങ്ങളും. അതിനൊന്നും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ ചെയ്യാറില്ല. എനിക്ക് കാണുമ്പോൾ അത് പകർത്തണം തോന്നുന്നുണ്ട്. അതേസമയം ചിലത് നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ചില ലൈഫ് കാണുമ്പോൾ നമുക്കത് എടുത്തു വെക്കണം എന്ന് മനസ്സ് പറയുമെങ്കിലും അതെടുത്താൽ ഭയങ്കര മോശമായി പോവും, അല്ലെങ്കിൽ അത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് തോന്നുകൊണ്ട് എടുക്കാത്തതുണ്ട്. അങ്ങനെ എൻ്റെ അടുത്തുള്ള ചിത്രങ്ങളൊന്നും ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് അവരെ എൻ്റെ കൂടെ നിർത്തണം എന്ന് തോന്നുമ്പോൾ അത് എടുത്തു വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു ജേർണലിസ്റ്റിക് സ്പിരിറ്റ് കൂടെയാണ് വിനീത്.